നമസ്കാരം. എയർ കണ്ടീഷനുകൾ അഥവാ AC എന്നത് ഇന്ന് ഭൂരിഭാഗം ആളുകളുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും AC സർവ്വസാധാരണമായിരിക്കുകയാണ്. ആഗോള താപനില ഉയരുന്ന സാഹചര്യത്തിൽ ACയുടെ ഉപയോഗവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത്രമാത്രം പ്രാധാന്യമേറി വരുന്ന എയർ കണ്ടീഷനുകളുടെ വ്യാപക ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം തള്ളിക്കളയാനാവുന്നതല്ല. വൻതോതിലുള്ള ഊർജ്ജ ഉപഭോഗത്താൽ പ്രവർത്തിക്കുന്ന ACകൾ ഹരിതഗ്രഹ വാതകങ്ങളുടെ ഉദ്വമനത്തിന് കാരണമായി തീരുന്നു. മാത്രവുമല്ല, പല എയർ കണ്ടീഷണറുകളും റെഫ്രിജറന്റായി HCFC എന്ന ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പദാർത്ഥങ്ങൾ ഓസോൺ പാളിയിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുമെന്നത് കാലങ്ങൾക്ക് മുൻപേ തെളിയിക്കപ്പെട്ടതാണ്. അതിനാൽ തന്നെ പരമ്പരാഗത എയർ കണ്ടീഷനിംഗ് രീതികൾക്ക് പകരം വെക്കാനാകുന്നതും പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്തതുമായ പൊതു സംവിധാനം കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞു. ഇപ്പോഴിതാ UK-യിൽ നിന്നും ഇതോടനുബന്ധിച്ച ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമഫലമായി പരമ്പരാഗത എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളുടെ പ്രവർത്തന ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാനാവുന്ന ഫലവത്തായൊരു എയർ കണ്ടീഷനിംഗ് സാങ്കേതിക വിദ്യയാണ് സാധ്യമാക്കിയിരിക്കുന്നത്. ബാർ ഓക്കൽ എന്നാണ് ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. റെഫ്രിജറന്റിനെ ആശ്രയിക്കാതെ തണുപ്പിക്കൽ പ്രക്രിയ സാധ്യമാക്കുന്ന സംവിധാനമാണിത്. നിലവിലുള്ള പരമ്പരാഗത എയർ കണ്ടീഷണറുകളിലെ ദ്രാവക റെഫ്രിജറന്റുകൾക്ക് പകരമായി ഒരു സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥയിലുള്ള ജൈവ പ്ലാസ്റ്റിക് പരലുകൾ വിനിയോഗപ്പെടുത്തിയാണ് ശാസ്ത്രജ്ഞർ ഈ തണുപ്പിക്കൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ഈ പുതിയ സംവിധാനത്തിന് ഹരിതഗ്രഹവാതകങ്ങളുടെ ഉദ്വമനം പരമ്പരാഗത എയർ കണ്ടീഷനിംഗ് സംവിധാനത്തെ അപേക്ഷിച്ച് 75% കുറയ്ക്കാൻ കഴിയുമെന്നും ഈ ഗവേഷകർ തെളിയിച്ചു കഴിഞ്ഞു. തെർമോ മെക്കാനിക്കൽ പ്രതിഭാസമായ ബാരോ കലോറിക് ഇഫക്റ്റാണ് പുതിയ എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സാങ്കേതിക വിദ്യ. ഒരു വസ്തുവിൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ അതിന്റെ താപനില ഉയരും. അതേസമയം മർദ്ദം പുറത്തുവിടുന്നത് തണുപ്പിലേക്കും നയിക്കും. ഈ ശാസ്ത്ര സിദ്ധാന്തം അടിസ്ഥാനമാക്കിയാണ് UK-യിലെ ഗവേഷകർ ബറോ കലോറിക് പ്രഭാവം അടിസ്ഥാനമാക്കിയ എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിനായുള്ള ഗവേഷണം നടത്തിയത്. ഈ സാങ്കേതിക വിദ്യയിൽ ജൈവ പ്ലാസ്റ്റിക് പരലുകളുടെ നൂതന ഉപയോഗമാണ് ഗവേഷകർ പ്രയോജനപ്പെടുത്തിയത്. ജൈവ പ്ലാസ്റ്റിക് പരലുകൾക്ക് സവിശേഷമായ തെർമോ മെക്കാനിക്കൽ ഗുണങ്ങളുണ്ട്. ആ സവിശേഷത അവയെ തണുപ്പിക്കൽ ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാക്കി മാറ്റുന്നു. നിലവിൽ ഈ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള എയർ കണ്ടീഷൻ സംവിധാനത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നിലവിൽ ഈ സംവിധാനത്തിന്റെ ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഗവേഷകർ. പ്രധാനമായും ജൈവ പ്ലാസ്റ്റിക് പരലുകളിൽ മർദ്ദം പ്രയോഗിക്കാനും പുറത്തുവിടാനും ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് സർക്യൂട്ട് സൃഷ്ടിക്കുന്ന ശബ്ദം കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ഗവേഷകർ നടത്തിവരുന്നത്. എന്നിരുന്നാലും ഈ പുതിയ സംവിധാനം ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെട്ടാൽ നിലവിലുള്ള പരമ്പരാഗത എയർ കണ്ടീഷണറുകളിൽ നിന്നും പരിസ്ഥിതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഘാതത്തിന് വലിയൊരളവിൽ കുറവ് വരുത്താനാകും. അങ്ങനെ ഇത് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സംവിധാനമായി തീരും. പരിസ്ഥിതിക്ക് ദോഷകരമായ റെഫ്രിജറന്റുകളെ ആശ്രയിക്കുന്ന പരമ്പരാഗത എയർ കണ്ടീഷനിംഗ് രീതികളെ ഒഴിവാക്കുന്നതിനും അങ്ങനെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനും ഈ നൂതന സാങ്കേതിക വിദ്യ ഏറെ സഹായകരമായി തീരും. വാർത്തയുടെ നിറം തേടി തനിനിറം.